നാറ്റമാണ് മുസംബിക്ക്, മുമ്പത്തതാണ് മാലിന്യമാണ്. ഇതാണ് അതിന്റെ ഒരു ഓർഡർ. അലുവ വാരാൻ വേണ്ടി കൂടി ഒരാളുണ്ടായിരുന്നു, അൽവാരോ. അലുവ വാരാൻ ഗാമയോടൊപ്പം സൈന്യാധിപന്റെ പേര് അൽവാരോ. തൊട്ടടുത്തുള്ള നാടുവാഴികളെ, കൊച്ചു കൊച്ചു ചെറു നാട്ടുരാജ്യങ്ങളൊക്കെ ആക്രമിക്കുന്ന രീതി സാമൂതിരിക്കുണ്ടായിരുന്നു. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാണ് കൂട്ടുകാർ, എല്ലാവർക്കും സുഖമാണല്ലോ. ചരിത്രത്തിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കേരള ചരിത്രം കൃത്യമായിട്ട് കൂട്ടുകാർ എല്ലാവരും പഠിക്കണം. മുഴുവൻ ക്ലാസ്സുകളും ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. യൂറോപ്യന്മാരുടെ ആഗമനമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും അവസാനം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്ക് അറിയാം, ചരിത്രം പൊതുവെ ഞാൻ കഥ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കാറ്. അപ്പൊ നമ്മൾ കേരള ചരിത്രം തുടങ്ങുകയാണ്. വളരെ ഇഷ്ടത്തോടു കൂടി എല്ലാവരും ആ ഒരു കഥ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങോട്ട് പഠിക്കുക. നമുക്ക് മുഴുവൻ മാർക്കും നേടാനുള്ളതാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു ടോപ്പിക് ഉൾപ്പെടെ നമ്മൾ ഇനി എടുക്കുന്ന ടോപ്പിക്കുകൾക്ക് പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്ന ചാപ്റ്ററുകൾ SCERT ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയും. ഇവിടെ SCERTയിലെ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2 ഈ 2 ചാപ്റ്ററുകൾ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 അതൊരു ജോഗ്രഫിയുടെ ടോപ്പിക്കാണ്. അവിടെ ഒരൊറ്റ പേജിലെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 8ഉം ചാപ്റ്റർ 2ഉം ഈ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒറ്റ പേജ് മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. പ്ലസ് 2വിലെ ചാപ്റ്റർ 14 കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകം ശ്രീധരമേനോന്റെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തെ നമ്മൾ ക്ലാസ്സിനിടയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. PSC ബുള്ളറ്റിനിൽ കൃത്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വാസ്കോഡ് ഗാമയെ കുറിച്ചൊക്കെ ഒരുപാട് ഫാക്ട് PSC ഇറക്കിയ പുസ്തകത്തിനകത്തുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലുള്ള ഫാക്റ്റും ഉൾപ്പെടും. ഓക്കെ, 15ാം നൂറ്റാണ്ട് 14ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുന്ന കാലഘട്ടം യൂറോപ്പ് എന്ന് പറയുന്ന ഒരു വൻകരയുണ്ട്, ഏഷ്യ എന്ന് പറയുന്ന ഒരു വൻകരയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. യൂറോപ്പ് ഈ കാണുന്നതാണ് യൂറോപ്പ്, ഇവിടെ ഏഷ്യ കാണാം നിങ്ങൾക്ക് അല്ലെ. അപ്പൊ ഈ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് ആളുകൾ സഞ്ചരിച്ചിരുന്നു. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് പറയുന്നത്. 14ാം 15ാം നൂറ്റാണ്ടിന്റെ കാര്യമാണ്. അപ്പൊ ഞാനിവിടെ ഏഷ്യ എന്ന് എഴുതിയ സമയത്ത് ഇവിടെ ചെറിയൊരു കണക്ഷൻ കാണാം നിങ്ങൾക്ക് അല്ലെ. ഏഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരു കടലിടുക്ക്, ഒരു സ്ട്രെയിറ്റ് കാണാം. ആ കടലിടുക്കിനോട് ചേർന്ന് അവിടെ ഒരു പ്രദേശം കാണാം നിങ്ങൾക്ക്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഏരിയ. കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ ആ പിക്ചർ കാണിച്ചു തരാം. ഇപ്പൊ എന്റെ പിറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, നോക്കൂ, യൂറോപ്പ് എന്ന വലുതായിട്ട് കാണാം. ഈ ഭാഗത്ത് ഏഷ്യ, എന്റെ പിറകിലായിട്ട് ഏഷ്യയാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ ഏഷ്യയും ഇത് യൂറോപ്പുമാണ്. ഇവിടെ ഒരു രാജ്യമുണ്ട് അല്ലെ, തുർക്കി. തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്കറിയാലോ. ആ തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യം യഥാർത്ഥത്തിൽ യൂറോപ്പിന്റെ ചെറിയ ചില മേഖലകളിലേക്ക് കയറി കിടന്നുകൊണ്ട് ഏഷ്യയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോ ഈ ഒരു രാജ്യത്തിലെ ഒരു സ്ഥലം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്ത് പറയുന്ന സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. കൂട്ടുകാർക്ക് അറിയാമല്ലോ, ആ പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ, കോൺസ്റ്റാന്റിനോപ്പിൾ. ഇവിടെ എന്താണ് പാഠഭാഗത്ത് പറയുന്നത്? മധ്യധരണ്യാഴിക്കും കരിങ്കടലിനും ഇടയിലെ തന്ത്രപ്രധാനമായ ബോസ്ഫോറസ് കടലിടുക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് അവിടെ ഇവിടെ ചോദ്യം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ പേര് ശ്രദ്ധിക്കണം. ബോസ്ഫോറസ് സ്ട്രെയിറ്റ് നിങ്ങൾ കണ്ടോ, ഇതിന്റെ തൊട്ടു പിറകിലായിട്ട് തലയുടെ മുകളിലായിട്ട് ബോസ്ഫോറസ് സ്ട്രെയിറ്റ്. ഈ കാണുന്ന ഒരു കടലിടുക്ക്, സ്ട്രെയിറ്റ് കടലിടുക്കാണ് ബോസ്ഫോറസ് കടലിടുക്ക്. ഫോസ്ഫറസ് അല്ല കേട്ടോ, ബോസ്ഫോറസ്. ഓക്കെ, എന്താണ് ഈ ബോസ്ഫോറസ് കടലിടുക്കിന്റെ പ്രത്യേകത? ഇത് ഞാൻ പറഞ്ഞു, തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ് ഈ പ്രദേശത്തുള്ളത്. ഇവിടെയൊക്കെ തുർക്കിയാണ്. ഈ കടലിടുക്കിന്റെ 2 സൈഡിലും തുർക്കി രാജ്യമാണ്. അത് നടുവിലൂടെ ചെറിയൊരു കടലിടുക്കാണ്. ആ കടലിടുക്കിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ 2 വൻകരകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് ആളുകൾക്ക് സഞ്ചരിക്കാൻ വലിയ കടലുകൾ താണ്ടിയൊന്നും പോകേണ്ട, ഈ കടലിടുക്ക് ഒന്ന് പാസ് ചെയ്താൽ മതി. ഓക്കെ ആണേ. അപ്പോ ഈ ഒരു പ്രദേശം, ഈ കടലിടുക്ക് ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ നമ്മൾ ആദ്യ കാലങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതിന്റെ ഇപ്പോഴത്തെ പേര് അവിടെ കാണാൻ നിങ്ങൾക്ക് ഇസ്താംബൂൾ. എന്താണ്? ഇസ്താംബൂൾ. ഇസ്താംബൂൾ എന്ന് കേട്ടില്ലേ? ഇപ്പൊ ആദ്യകാലത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പൊ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇസ്താംബൂൾ. തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഇസ്താംബൂള്. പക്ഷേ അവിടുത്തെ ക്യാപിറ്റൽ അല്ല. തുർക്കിയുടെ ക്യാപിറ്റൽ ഏതാണ്? അങ്കാറയാണ്. ഞാൻ എഴുതി തരണം നിങ്ങൾക്ക്. തുർക്കിയുടെ ക്യാപിറ്റൽ അങ്കാറയാണ് കേട്ടോ. അങ്കാറ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോളുക, നമുക്ക് ആവശ്യമില്ല, ഞാൻ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പോ ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തിന് നമ്മുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ കേരള ചരിത്രമല്ലേ പഠിക്കുന്നത്. എന്താണ് പ്രാധാന്യം? യൂറോപ്പിൽ നിന്നും ആളുകൾ ഏഷ്യ വൻകരയിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന ആ മേഖലകളിലേക്ക് സുഗമമായിട്ട് കരമാർഗം വന്നിരുന്നത് ഈ പാതയിലൂടെയായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ കടന്നിട്ടായിരുന്നു അല്ലെ, അവിടുത്തെ ആ ബോസ്ഫോറസ് സ്ട്രെയിറ്റ് കടന്നിട്ടായിരുന്നു. എന്നാൽ കൂട്ടുകാർ ആലോചിക്കുക, 1453 എന്ന് പറയുന്ന വർഷം, 15ാം നൂറ്റാണ്ടിലാണ്. 1453 എന്ന് പറയുന്ന വർഷം എന്ത് സംഭവിക്കുന്നു? ഈ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികളെ ഓട്ടോമാൻ തുർക്കികൾ പിടിച്ചടക്കുകയാണ്.
അപ്പൊ യൂറോപ്യൻകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന റോമിന്റെ ഒക്കെ അധീനത, നമുക്ക് വേൾഡ് ചരിത്രത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, അധീനതയിൽ ഉണ്ടായിരുന്ന റോമൻ ചക്രവർത്തിയുടെ കോൺസ്റ്റാന്റൈൻ എന്നുള്ള പേര് തന്നെ അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. ആ ഒരു നഗരം എന്ത് ചെയ്യാണ്, തുർക്കികൾ പിടിച്ചെടുക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു കൂട്ടുകാരെ, ഈ പറയുന്ന യൂറോപ്പിൽ നിന്നും നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യയിലേക്കുള്ള വരവ് നിൽക്കുകയാണ്, കരമാർഗം വരുന്ന വരവ്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇവിടെയാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുക്കിയ കാര്യം മനസ്സിലാക്കി, അതോടുകൂടി യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള ചരക്ക് നീക്കം അല്ലെങ്കിൽ സഞ്ചാരികളുടെ വ്യാപാരികളുടെ ആ ഒരു മാർഗം തടയപ്പെടുകയാണ്. അവിടെയാണ് രണ്ട് പേരുകൾ ശ്രദ്ധിക്കേണ്ടത്, പട്ടുതുണിപ്പാതയും സുഗന്ധവ്യഞ്ജനപാതയും. SCERT ഫാക്ട് ആണ്. നോക്കൂ, പട്ടുതുണിപ്പാത സിൽക്ക് റൂട്ട് ആണ് അല്ലെ. ചൈന മുതൽ യൂറോപ്പ്, നോക്കൂ, യൂറോപ്പിന്റെ പടിഞ്ഞാറൻ അറ്റം മുതൽ ചൈനയുടെ കിഴക്ക് വരെ നീണ്ടു നിന്നിരുന്ന ഏകദേശം 6000 കിലോമീറ്ററോളം നീണ്ടു നിന്നിരുന്ന ഒരു പാതയാണ് കരമാർഗം. ശ്രദ്ധിക്കണം, പട്ടുതുണിപ്പാത എന്ന് പറഞ്ഞാൽ കരമാർഗമുള്ള ഒരു പാതയാണ്. ഇവിടെ കൊടുത്ത കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെ ഈ പാത വ്യാപിച്ചിരുന്നു അല്ലെ. ഇവിടെ എന്താണ് പ്രധാനമായിട്ടും ഈ പട്ടുതുണികളായിരുന്നു ഈ പാതയിലൂടെ കൊണ്ടുപോരുന്നത്. അതുപോലെ കരയിലൂടെയാണ് പട്ടുതുണി പാതയുള്ളത്, ഓർത്തു വെക്കണം. ഈ ഒരു പാത എന്ന് പറയുമ്പോൾ ഈ പാതയുടെ ചില വിശ്രമ കേന്ദ്രങ്ങൾ, ഒരു സഞ്ചാര പാതയാണല്ലോ, നമ്മളിപ്പോ റോഡ് മാർഗമൊക്കെ നമ്മളിപ്പോ സഞ്ചരിക്കുന്നുണ്ട്, അതുപോലെ അന്നത്തെ കാലത്തെ പാതയാണ്. അവിടെ ഇത്തരത്തിലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. സരായികൾ എന്നാണ്. സരായികൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ പട്ടുതുണിപ്പാത എന്ന് പറഞ്ഞാൽ തുണികള്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുക. പട്ടുതുണിയിലെ, അപ്പൊ തുണികൾ ചൈനയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ യൂറോപ്പിൽ നിന്നും ആളുകൾ തുണികൾ കൊണ്ടുപോയിരുന്നത്, പ്രധാനമായിട്ടും അത്തരത്തിലുള്ള തുണികളൊക്കെ കൊണ്ടുപോയിരുന്നത് പട്ടുതുണിപ്പാത ഉപയോഗിച്ചാണ്. അതാണ് ആ പാതയുടെ പേര് സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞത്. ഇനി നോക്കൂ, സുഗന്ധവ്യഞ്ജന പാത, സ്പൈസ് റൂട്ട്. നിങ്ങൾക്കറിയാം, ഈ ശ്രീലങ്കയാണെങ്കിലും ഇന്ത്യയുടെ, നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള അല്ലെ, ഇന്ത്യയുടെ ദ്വീപ് മേഖല, അതുപോലെ തന്നെ ജപ്പാൻ, ചൈന, ഇന്തോനേഷ്യ, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നല്ല സുഗന്ധവ്യഞ്ജനങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയിരുന്നു, യൂറോപ്പിലേക്ക്. അതിന്റെ ഒരു ചരിത്രം നമുക്ക് ആവശ്യമുണ്ട്. കൂട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് അവിടെ നല്ല തണുപ്പാണ് അല്ലെ. ആ തണുപ്പുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വർഷത്തില് ഒരു നല്ല ശതമാനം തണുപ്പുള്ള സമയമാണ്. അവർക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് മാംസാഹാരങ്ങളൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ വെക്കാറില്ലേ, ഉപ്പിട്ടിട്ടൊക്കെ വെക്കാറുണ്ട്. അതുപോലെ അവരെ സംബന്ധിച്ച് അവർക്ക് അത്തരത്തിൽ കേടാവാതെ സൂക്ഷിക്കാനുള്ള അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ഒരു മാർഗം ഈ കുരുമുളക് പോലെയുള്ള സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിക്കലായിരുന്നു. അപ്പോ അവരുടെ നാട്ടിൽ അത് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അവിടുത്തെ കാലാവസ്ഥയും മണ്ണൊന്നും അതിന് യോജിച്ചല്ല. അപ്പൊ നമ്മുടെ ഏഷ്യയിലെ, പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് കൊണ്ടുവരുന്ന കുരുമുളക്, അതുപോലത്തെ സ്പൈസസ്, ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ വളരെ വളരെ വിലമതിക്കുന്നതും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായിരുന്നു യൂറോപ്യന്മാർക്ക്. അതുകൊണ്ടാണ് നോക്കൂ, ഈ യൂറോപ്യൻ ശക്തികള് അവിടുത്തെ കച്ചവടക്കാരെന്ന് വെച്ചാൽ അറബികളിലൂടെ, പ്രധാനമായിട്ടും അറബികളായിരുന്നു കച്ചവട സാധനങ്ങൾ, ഇവിടുത്തെ കുരുമുളകൊക്കെ അവിടെ എത്തിച്ചിരുന്നത്. അപ്പൊ ഈ പാത, സുഗന്ധവ്യഞ്ജന പാത എന്ന് പറയുന്നത് കടലിലൂടെയാണ്. ഇതെങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? ഈ കാര്യങ്ങൾ കൂട്ടുകാർന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന സമുദ്രപാതയാണ് സുഗന്ധവ്യഞ്ജന പാതയെന്നും, കരമാർഗമുള്ളതാണ് പട്ടുതുണിപ്പാത അല്ലെ. അവിടെയുള്ള വിശ്രമ കേന്ദ്രങ്ങളാണ് സരായികൾ. ഏകദേശം 6000 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ പട്ടുതുണിപ്പാത. ഞാൻ ആ മധ്യ കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ അതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് കളറിൽ ഏരോ മാർക്ക് കാണിക്കുന്നതാണ് സുഗന്ധവ്യഞ്ജനപാത. എന്നാൽ ആ ബ്ലൂ കളറിൽ കരയിലൂടെ കാണിക്കുന്നതാണ്, അതാണ് പട്ടുതുണിപ്പാത. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് പാതകൾ കൂട്ടുകാർ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. പട്ടുതുണിപ്പാത, സുഗന്ധവ്യഞ്ജനപാത. ഇവിടെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. നമ്മുടെ കേരള ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിനകത്ത് പറയുന്ന ചോദ്യമാണ്, യൂറോപ്യന്മാരുടെ വരവിന് മുമ്പ് കേരളവുമായി വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന വിദേശ കച്ചവടക്കാർ ആരെല്ലാമാണ്? ചൈനക്കാർ നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണല്ലേ, കരമാർഗം വരെ അവരുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. എന്നാൽ അതിനേക്കാട്ടും ഇമ്പോർട്ടന്റ് ആയി PSC ഇടക്കിടക്ക് ചോദിക്കുമ്പോൾ ഉത്തരമായിട്ട് വരുന്നത് അറബികളാണ്. നോക്കൂ, തൊട്ടടുത്ത നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയോട് ചേർന്നില്ലേ, ആ ഒരു കടൽ കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് അറേബ്യൻ കൺട്രികളാണ്. അവിടെ നിന്നും ആളുകൾക്ക് പെട്ടെന്ന് വരാമായിരുന്നു, കരമാർഗവും വരാമായിരുന്നു. അതുകൊണ്ട് തന്നെ അറേബ്യൻസ് അല്ലെങ്കിൽ അറബികളാണ് ഇവിടെ എത്തിയ ആദ്യത്തെ വിദേശികളെ. ഇവരാണ് ഇവിടുത്തെ സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി ഈ യൂറോപ്പിലേക്കൊക്കെ കൂടുതലും കൊണ്ടുപോയിരുന്നത്. ആ കാര്യങ്ങൾ ഓർത്തോളുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂറോപ്യന്മാരുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള വരവ്. യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ ചരിത്രം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കേരള ചരിത്രത്തിൽ ഇത് പഠിക്കുന്നത്. ഓക്കെയാണെ അവിടെ ഒരു ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ എഴുതിയ കാര്യങ്ങൾ നോക്കൂ. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതോടുകൂടി ഈ പറയുന്ന കരമാർഗമുള്ള വരവ് നിൽക്കുകയാണ്. അപ്പൊ യൂറോപ്യന്മാർ ചിന്തിച്ചു തുടങ്ങി, എന്ത് ചെയ്യും? ആലോചിക്കും നിങ്ങളെ, അവർ കടൽ മാർഗം ഇങ്ങോട്ട് എത്തണം. അതിന് വലിയ റിസ്ക് ആണ്, കാരണം അന്നത്തെ കാലഘട്ടത്തിലെ ഈ പറയുന്ന വലിയ സാങ്കേതിക വിദ്യയൊന്നും ഇല്ലല്ലോ അല്ലെ. അതുകൊണ്ട് തന്നെ കടലിലൂടെ എങ്ങനെ ഇവിടെ എത്തും? ഒരുപാട് മൈലുകൾ പിന്നിടണ്ടേ. അപ്പൊ കടൽ മാർഗം ഇവിടെ എത്തണം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട, ആ കടൽ മാർഗം എത്തുന്നതിന് മുമ്പ് ഒരു പോയിന്റ് ഉണ്ട്.
യൂറോപ്പിൽ പ്രത്യേകിച്ച് പോർച്ചുഗീസുകാർ, നമ്മുടെ പോർച്ചുഗീസുകാരുടെ ചരിത്രമാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പൊ പോർച്ചുഗീസുകാരനായ ആദ്യത്തെ ഒരു വ്യക്തി കരമാർഗം ഇവിടെ എത്തുന്നുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പിന്നീട് കടലിലൂടെ വാസ്കോഡ് ഗാമയ്ക്കടക്കം ഇവിടെ എത്തിച്ചേരാനുള്ള പല കാര്യങ്ങളും അവിടെ അവരിൽ എത്തിച്ചത്. എന്ന് വെച്ചാൽ അദ്ദേഹം എഴുതി വെച്ച പല കാര്യങ്ങളും ഇവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയ പല കാര്യങ്ങളും തെളിവുകളൊക്കെ അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ മനുഷ്യന്റെ പേര്, അദ്ദേഹം വേഷം മാറി അറബി വേഷമൊക്കെ ധരിച്ചിട്ട് പല നാടുകളിലൂടെ സഞ്ചരിച്ചിട്ട് കരമാർഗം നമ്മുടെ കോഴിക്കോട് അതുപോലെ കണ്ണൂരിലൊക്കെ എത്തുന്നുണ്ട്. 1487 നോക്കൂ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതിന് ശേഷമുള്ള കാര്യമാണ്. 1487 പെറോഡ കോവില, കോവില എന്ന് ചില ബുക്കിനകത്ത് കാണാം, കോവിൽഹ എന്നും കാണാം. അപ്പൊ പേര് നോക്കൂ, പെറോഡ കോവിൽഹ. എല്ലാവരും പഠിച്ചേ. പോർച്ചുഗീസുകാരനായ ആദ്യത്തെ കരമാർഗം കേരളത്തിലെത്തിയ വ്യക്തി. ഓക്കെ, സഞ്ചാരി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അദ്ദേഹം ഒരു എന്താ പറയാ ചാരനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ സഞ്ചാരത്തിലൂടെ കരമാർഗം ഇവിടെ എത്തിച്ചേർന്ന, കരമാർഗം ഇന്ത്യയിൽ കേരളത്തിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരൻ പെറോഡ കോവിൽഹയാണ്. അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ ലിസ്ബണിൽ അദ്ദേഹത്തിന്റെ ഒരു സ്മാരകമുണ്ട്, അവിടെയുള്ള അദ്ദേഹത്തിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 487 അദ്ദേഹം കണ്ണൂരിലെത്തുന്നുണ്ട്, പിന്നീട് അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ടാമത്തെ ഒരു വർഷം ഞാൻ കൊടുക്കുകയാണ്. യൂറോപ്യന്മാർ ചിന്തിക്കുകയാണ് കൂട്ടുകാരെ, എങ്ങനെ അവർക്ക് ഇന്ത്യയിലെത്താം, എങ്ങനെ അവർക്ക് കേരളം പോലെയുള്ള ഈ പറയുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുള്ള നാട്ടിലെത്താം. അല്ലെ, വ്യാപാരത്തിന് അറബികൾ വരുന്നുണ്ട്, അവർ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ വലിയ വിലക്കാ കൊടുക്കുന്നത്. ഇതെല്ലാം നേരിട്ട് കൈക്കലാക്കാൻ വേണ്ടി അവരുടെ ആലോചന വരികയാണ്. അങ്ങനെ പോർച്ചുഗലിലെ രാജകുടുംബാംഗമായിരുന്ന ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ചങ്ങാതി എന്ത് അവിടെ നിന്നും അദ്ദേഹം ഒരു സാഹസികനൊക്കെയാണ്, അദ്ദേഹം കപ്പലിൽ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ യൂറോപ്പിൽ നിന്നും ഇങ്ങനെ കപ്പലിലൂടെ വരുന്ന സമയത്ത് ആഫ്രിക്കയിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട്, അവിടെ വരെ എത്താൻ ഇവർക്ക് ആർക്കും സാധിച്ചിരുന്നില്ല. അതിനെ നമുക്ക് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് വിളിക്കാം, അല്ലെ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അങ്ങനെയല്ലേ പഠിക്കാറ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോർച്ചുഗലിലെ ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ വ്യക്തി ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ചങ്ങാതി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പിൽ എത്തിച്ചേരുന്നു. 1488 അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നില്ല, പക്ഷെ ഇന്ത്യയെ കണ്ടെത്താനുള്ള ആ ഒരു എന്താ പറയുക തുടക്കം, അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ വലിയൊരു മുന്നേറ്റമായിരുന്നു ബർത്തലോമിയോ ഡയസ് സാധിച്ചത്. അദ്ദേഹം ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പിലെത്തുകയാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനൊരു കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്ന് അദ്ദേഹം പേരിടുന്നുണ്ട്. 1488 നോക്കൂ, 1492 വരികയാണ്. വർഷങ്ങൾ കഴിഞ്ഞു അല്ലെ, ബർത്തലോമിയോ ഡയസിന് ശേഷം മൂന്നാമത്തെ വർഷമാണ് നമ്മൾ പഠിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ പറയുന്ന 1492 കാലഘട്ടങ്ങളിലെ റിപ്പബ്ലിക് ഓഫ് ജനോവ, അത് ഇന്ന് ഇറ്റലിയിലെ ഒരു സ്ഥലമാട്ടോ കൂട്ടുകാരെ, ഇറ്റലിയിലെ സ്ഥലമാണ്, ഇന്നത്തെ വടക്ക് പടിഞ്ഞാറ് ഇറ്റലിയാണ് ജനോവ. അപ്പോ യൂറോപ്പിൽ ജനിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു നാവികനും പര്യവേഷകനും ഒക്കെ ആയിരുന്നു കൊളംബസ്. അപ്പൊ കൊളംബസ് എന്ത് ചെയ്യുന്നു, ഇതുപോലെ വളരെ സാഹസികനാണ്. ബർത്തലോമിയോ ഡയസ് പോർച്ചുഗലിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി കൊളംബസ് സ്പെയിനിലെ രാജ്ഞിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിസ്തുമതത്തിന്റെ ഒരു എന്താ പറയാ ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം ഒക്കെ ആയിട്ട് പല ഉദ്ദേശങ്ങളുണ്ട്, അതിന്റെ കഥകളൊന്നും നമ്മൾ കടക്കുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഇന്ത്യ കണ്ടെത്താൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ കൊളംബസ് എന്ന് പറയുന്ന മനുഷ്യൻ 1492 കപ്പലിലൂടെ ഇന്ത്യ കണ്ടെത്താനുള്ള യാത്ര ആരംഭിക്കുന്നു. ഓക്കെ, എന്നാൽ ആ യാത്ര എത്തിച്ചേർന്നത് ഇന്ത്യയിലായിരുന്നില്ല. അദ്ദേഹം സഞ്ചരിച്ച് അവസാനം അദ്ദേഹം അമേരിക്കയിലെത്തുകയാണ്. അമേരിക്കയിലെ ബഹാമാസ് ദ്വീപിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. നോക്കൂ കൂട്ടുകാരെ, അദ്ദേഹം കരുതി അതാണ് ഇന്ത്യ എന്ന്. കാരണം അന്ന് ഞാൻ ഈ പറഞ്ഞ പൂർവ്വത്തിലുള്ള ഇന്ത്യ ആണോ എന്ന് ചോദിച്ചാൽ അല്ലേ എന്ന് പറയാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. അദ്ദേഹത്തെ കുറിച്ച് SCERT പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ക്ലിയർ ആണല്ലോ. നമ്മുടെ PDF ടെലഗ്രാം ചാനൽ കൊടുക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. PDF വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നോക്കൂ കൂട്ടുകാരെ, അങ്ങനെ കൊളംബസിന്റെ ഒക്കെ വരവോട് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടത്, യൂറോപ്പിൽ നിന്നും പല ശക്തികള് ഇന്ത്യക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്, കടലിലൂടെ ഇന്ത്യയിൽ എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആ വേളയിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ കുറിച്ച് പഠിക്കണം. അപ്പോ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അത് പോർച്ചുഗീസുകാരാണ് അല്ലെ, പറങ്കികൾ എന്ന് വിളിക്കാം, പറങ്കികള്. അപ്പൊ ഇതിന്റെ ഒരു ഓർഡർ ഉണ്ട് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാരുടെ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിങ്ങനെ അതിന്റെ ഒരു ഓർഡർ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടവരെ മാത്രം നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. പോർച്ചുഗീസുകാര്, അതുപോലെ ഡച്ചുകാർ നമ്മൾ ലന്തക്കാർ എന്നാണ് വിളിക്കുക, ലന്തക്കാർ. അതുപോലെ ബ്രിട്ടീഷുകാരെ നമ്മൾ വിളിക്കുക വെള്ളക്കാർ എന്നാണ്, ബ്രിട്ടീഷുകാരെ. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പൊതുവെ ആളുകളെ ഷീമക്കാർ എന്നും വിളിക്കും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇംഗ്ലീഷുകാരെ ഷീമക്കാർ എന്ന് വിളിക്കാം, ബ്രിട്ടീഷുകാരെ എടുത്ത് വെള്ളക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. ഫ്രഞ്ചുകാരെയോ പരന്ത്രീസുകാർ എന്ന് വിളിക്കും, ഫ്രഞ്ചുകാരെ പരന്ത്രീസുകാർ. അപ്പൊ അത്തരത്തില് പ്രധാനപ്പെട്ട ഈ 4 രാജ്യക്കാരെ നമ്മൾ പോഡ ബീഫ് എന്നുള്ള കോഡിലെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന, കേരളത്തിലെ പിള്ളേർക്കൊക്കെ അറിയുന്ന കോഡാണ് പോഡ ബീഫെ അല്ലെ. പോർച്ചുഗൽ, ഡച്ച്, ബ്രിട്ടീഷ്,
ഫ്രഞ്ച് അല്ലെ, പോഡാ ബീഫെ എന്ന് വിളിച്ചാൽ മതി, പോഡാ ബീഫെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഓർഡറാണ്. അപ്പൊ അത്തരത്തില് ചരിത്ര രേഖകളിൽ നമ്മുടെ രാജ്യത്തേക്ക് വന്ന വിദേശികളെ കുറിച്ച് പറയുമ്പോൾ ഒരു ചോദ്യം അവിടെ പിടിക്കാൻ നിങ്ങൾ, യവനർ എന്നറിയപ്പെടുന്ന വിദേശ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ ഗ്രീക്കുകാർ എന്ന് പഠിച്ചോളുക. നമ്മൾ പറഞ്ഞല്ലോ റോമിന്റെയും ഗ്രീക്കിന്റെയും ആ ഒരു ആധിപത്യ കാലം ഉണ്ടായിരുന്നു യൂറോപ്പിലെ. ആ കാലഘട്ടത്തിൽ യവനർ, അതുകൊണ്ടാണ് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് യവനപ്രിയ എന്നറിയപ്പെടുന്നത് എന്താണ്? യവനപ്രിയ ഈ ഗ്രീക്കുകാർക്ക് അല്ലെങ്കിൽ റോമൻകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക്. അതിന്റെ പിക്ചർ കൊടുത്താണ് നിങ്ങൾ, അതുകൊണ്ടാണ് യവനപ്രിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ യവനർ എന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ്. ഗ്രീക്കിന്റെ ഇതിഹാസങ്ങളൊക്കെ നമുക്ക് പഠിക്കാനല്ലേ, നമുക്ക് ആ കഥകളൊക്കെ പിന്നീട് പറയാം. അപ്പൊ തൽക്കാലം നിങ്ങൾ വിദേശികൾ ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ നമ്മുടെ യൂറോപ്യന്മാരിൽ പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് വരികയാണ്. യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുമ്പോൾ പോർച്ചുഗലിൽ നിന്നും വരുന്ന ആദ്യത്തെ ഒരു വ്യക്തി കടലിലൂടെ വരികയാണ്. അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു നിയോഗം ഉണ്ടായിരുന്നത് കേട്ടോ. അവിടുത്തെ രാജാവ്, പോർച്ചുഗൽ അന്നത്തെ രാജാവ് ഡോം മാനുവൽ ആണ് കൂട്ടുകാരെ. ഡോം മാനുവൽ എന്ത് ചെയ്യുന്നു, പലരെയും ഇങ്ങനെ വിടുന്നുണ്ട് ഇന്ത്യ കണ്ടെത്താൻ വേണ്ടി. അത്തരത്തിൽ വാസ്കോഡ് ഗാമ എന്ന് പറയുന്ന നമ്മുടെ താരം, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഗാമയെ അറിയാത്തവർ ആരും ഈ ക്ലാസ് കാണുന്നുണ്ടാവില്ല. അപ്പൊ വാസ്കോഡ് ഗാമയുടെ അച്ഛൻ ഒരു വലിയ ഈ പറയുന്ന നാവികനായിരുന്നു, അദ്ദേഹത്തിനായിരുന്നു നിയോഗം. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ട് മകനായ ഗാമയ്ക്ക് ഈ ഒരു നിയോഗം കിട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ലിസ്ബൺ, നോക്കൂ പോർച്ചുഗലിന്റെ ക്യാപിറ്റലാണ് ലിസ്ബണ്, അവിടെ നിന്നും ഇന്ത്യ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതാ യാത്ര ആരംഭിക്കുകയാണ്. കൃത്യമായിട്ട് കൂട്ടുകാർ പഠിക്കണം. അതിന് മുന്നോടിയായിട്ട് ഇതാ ഒരു ഡയലോഗ് ഇവിടെയുണ്ട്. യൂറോപ്യന്മാരുടെ ആഗമനം ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം. നോക്കൂ, യൂറോപ്യന്മാരുടെ ആഗമനം ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് +2 ഹിസ്റ്ററി പുസ്തകത്തിനകത്തുള്ളതാണ്, സർദാർ KM പണിക്കറാണ്. +2 ഹിസ്റ്ററിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, KM പണിക്കറിന്റെ വാക്കുകൾ പഠിച്ചോളുക. ഈ പോർച്ചുഗീസുകാരുടെ ചരിത്രം എന്ന് പറയുമ്പോൾ 1498 എന്ന വർഷം നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഗാമ ഇന്ത്യയിൽ എത്തിയത്, കേരളത്തിൽ എത്തിയത് 498-ലാണ്. അതിനുശേഷം നോക്കൂ, 1961 വരെ ഇവരുടെ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വാധീനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഗോവയിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ബ്രിട്ടീഷുകാരിൽ നിന്നും 47, അതിനുശേഷം 1961-ലാണ് ഗോവയിൽ നിന്നും ഈ പോർച്ചുഗീസുകാരെ നമ്മൾ തുരത്തുന്നത്. അപ്പൊ ഈ ഒരു ചരിത്രം 463 വർഷക്കാലം ഇന്ത്യയിലെ സ്വാധീനമുണ്ടായിരുന്ന ശക്തിയാണ് പോർച്ചുഗീസുകാര്. അവരിൽ തുടക്കം കുറിച്ച, അതല്ലെങ്കിൽ ഇവിടെ എത്താൻ തുടക്കം കുറിച്ച വ്യക്തിയാണ് നമ്മൾ ഈ പറഞ്ഞ വാസ്കോഡ് ഗാമ. അപ്പോ ഗാമ ഇന്ത്യയിൽ എത്തുന്നത് 498-ലാണെന്ന് എല്ലാവർക്കും അറിയാം. അവസാനമായിട്ട് ഞാൻ പറഞ്ഞു 1961-ലാണ് ഡിസംബർ മാസം 19-ാം തീയതിയാണ് ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചനം നേടുന്നത് അല്ലെ. ഗോവയില് ഈ പറഞ്ഞ വിമോചന ദിനമായിട്ട് ഡിസംബർ 19 ആചരിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ ഗോവൻ വിമോചന സമരം 1961 ഡിസംബർ 19 പഠിച്ചോളുക. ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഗോവയിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്തിയ ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്നു അല്ലെ. അന്നത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി മലയാളിയായ VK കൃഷ്ണമേനോനായിരുന്നു എന്ന് കൂടി ചേർത്ത് പഠിച്ചോളുക. അദ്ദേഹം ഈ ഒരു നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിളിച്ചിരുന്നു. ഗോവയിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്തിയ നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിളിച്ചിരുന്നു, ഓപ്പറേഷൻ വിജയ് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തോടുക. ഞാൻ കൂടുതൽ പറഞ്ഞല്ലോ, പോർച്ചുഗീസുകാരുടെ ചരിത്രം നമുക്ക് പഠിക്കണം. ആ ചരിത്രത്തിലെ ആദ്യത്തെ പുരുഷൻ എന്ന് പറഞ്ഞാൽ വാസ്കോഡി ഗാമയാണ്. വാസ്കോഡ് ഗാമ ജനിച്ച വർഷം ഞാൻ കൊടുത്തിട്ടുണ്ട്, കൂട്ടുകാർ പഠിക്കണമെന്നില്ല, കാരണം നമ്മുടെ PSC ബുള്ളറ്റിൻ ഉള്ളത് കൊണ്ട് ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഈ വർഷം വ്യക്തത കുറവുണ്ട്, പല പുസ്തകങ്ങൾക്കകത്തും 469 1460 എന്നുണ്ട്, പഠിക്കണ്ട. പക്ഷേ നമ്മുടെ PSC ബുള്ളറ്റിനിലെ ജനന സ്ഥലം പറയുന്നുണ്ട്, അതുകൊണ്ട് കൂട്ടുകാരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സയൻസ് നഗരമാണ്, സയൻസ് അല്ല സയൻസ്. ഈ പറയുന്ന പോർച്ചുഗലിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റി ആയിരുന്നു സയൻസ് നഗരം. ആ സയൻസ് സിറ്റിയിലാണ് ആര് ജനിക്കുന്നത്? വാസ്കോഡ് ഗാമ ജനിക്കുന്നത്. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ പോകേണ്ട യാത്ര അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വരുന്നു. അങ്ങനെ അദ്ദേഹം 1497 ജൂലൈ മാസം 8-ാം തീയതി ലിസ്ബണിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. രാജാവ് ഡോം മാനുവൽ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഡോം മാനുവൽ രാജാവാണ്. രാജാവ് തന്നെ അങ്ങനെ വിശേഷിപ്പിച്ചു. അങ്ങനെ 170 ആളുകൾ, ആ സംഖ്യയൊക്കെ ഒന്ന് പഠിച്ചു കൊടുക്കുക, കാരണം SCERTയിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ 170 ആളുകൾ 4 കപ്പലുകളിലായിട്ട് ലിസ്ബണിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. 4 കപ്പലുകളുടെ പേര് കൂട്ടുകാർ പാട്ട് പാടി പഠിക്കണേ. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ ഒക്കെ ശരിയാണ് കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സെന്റ് ബെറിയോ, റാഫേൽ, ഗബ്രിയേൽ. അപ്പൊ 4 എന്ന് പറഞ്ഞ് 3 പേരെ പറഞ്ഞുള്ളൂ അല്ലെ. 4ാമത്തെ കപ്പലിന് പേരില്ല, അതൊരു സ്റ്റോറേജ് ഷിപ്പായിരുന്നു. അപ്പൊ കൂട്ടുകാർ പഠിച്ചേ 3 എണ്ണം: ഗബ്രിയേൽ, റാഫേൽ, ബെറിയോ. ഗബ്രിയേൽ, റാഫേൽ, ബെറിയോ. ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലായിരുന്നു നമ്മുടെ ഗാമ. അതിന്റെ കപ്പിത്താൻ, അതിന്റെ ആളായിട്ടായിരുന്നു
ഗാമ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് പൗലോ ഡ ഗാമയാണ്. പൗലോച്ചൻ ഏത് കപ്പലിലായിരുന്നു? നോക്കൂ, രണ്ടാമത്തെ റാഫേൽ ആയിരുന്നു. മൂന്നാമത്തെ കപ്പൽ ബെറിയയുടെ നമ്മുടെ ആ കപ്പിത്താൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് നിക്കോളോ കോവിൻഹോ ആയിരുന്നു. അപ്പൊ 3 പേരുകൾ പഠിക്കണം. നിക്കോളോ കോവിൻഹോ, പൗലോഡോ ഗാമ, അതുപോലെ വാസ്കോഡ് ഗാമ. 3 കപ്പലുകളായിട്ട് ഇവർ യാത്ര തിരിച്ചു. അങ്ങനെ ഈ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ യാത്രയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിന് കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറഞ്ഞ ചാപ്റ്റർ മറ്റൊരു ടോപ്പിക് എന്ന് വെച്ചാൽ കാറ്റുമായി ബന്ധപ്പെട്ട ജോഗ്രഫിയിലെ കാര്യങ്ങൾ പറയുന്ന ചാപ്റ്ററാണ്. പക്ഷെ അവിടെ കാറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഗാമ ഇവിടെ എത്തിയ ആ ഒരു സഞ്ചാര പാതയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അല്ലാതെയും PSC പരീക്ഷയിൽ ചോദിക്കാം, UPSC എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഗാമ 497 അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. 497 നവംബർ മാസത്തോടു കൂടി അദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ്, കണ്ട നിങ്ങള്, ആഫ്രിക്കയിലെ ആ ഒരു വളഞ്ഞിങ്ങനെ വരികയാണ്. അവിടെയാണ് ഗുഡ് ഹോപ്പ് മുനമ്പ് ഉള്ളത്. ആ ഗുഡ് ഹോപ്പ് മുനമ്പ് നവംബർ മാസം പിന്നിടുകയാണ്. നോക്കൂ, പിന്നീട് അദ്ദേഹം പ്രധാനപ്പെട്ട 4 സിറ്റികളിൽ അല്ലെങ്കിൽ തീരങ്ങളിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നീട് കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഗാമയുടെ സഞ്ചാര പാതയാണ്. വാസ്കോഡ് ഗാമ 1497 യാത്ര ആരംഭിച്ചു. 97 നവംബർ മാസത്തിൽ ഗുഡ് ഹോപ്പ് മുനമ്പ് പിന്നിടുന്നു. പിന്നീട് അദ്ദേഹം 4 പ്രധാനപ്പെട്ട തീരങ്ങളിൽ എന്താണ് കപ്പൽ അടുപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് നാറ്റാൾ ആണ്. നമ്മൾ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഒക്കെ പഠിച്ചിരുന്നില്ലേ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇവിടെ സൗത്ത് ആഫ്രിക്കയിലാണ് നാറ്റാൾ. ആ തീരത്ത്, നാറ്റാൾ തീരത്ത് എന്താകുന്നുണ്ട്? ഗാമ ആദ്യം എത്തുന്നുണ്ട്. പിന്നീട് മൊസാംബിക് എന്ന് പറയുന്ന, മൊസാംബിക് ഇന്നൊരു സ്വതന്ത്ര രാജ്യമാണ് കേട്ടോ. അപ്പൊ മൊസാംബിക് എന്ന് പറയുന്ന തീരം കണ്ടോ, നാറ്റാൾ, പിന്നീട് മൊസാംബിക്, ഇവിടെയാണ് മൊസാംബിക് വരുന്നത്, ഈ വരയ്ക്കുന്ന മൊസാംബിക്. പിന്നീട് നോക്കൂ, അതിനും കുറച്ച് അകലെയായിട്ട് അതിന് സൗത്ത് ആഫ്രിക്കയിൽ കഴിഞ്ഞിട്ട് കെനിയയിൽ എത്തുകയാണ്. കെനിയയിലെ മൊംബാസ തീരത്ത്, മൊംബാസ തീരത്തും പിന്നീട് കെനിയയിലെ മാലിന്തി തീരത്തും എത്തുകയാണ്. അപ്പൊ നാറ്റാൾ, മൊസാംബിക്, മൊംബാസ, മാലിന്തി. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി രസകരമായിട്ടൊക്കെ കോഡൊക്കെ പറയാറുണ്ട്. നാറ്റമാണ് മൊസംബിക്ക് മുമ്പത്തതായത് കൊണ്ടാണ് മാലിന്യം ഉണ്ടായിരുന്നു എന്ന് പഠിക്കാം അല്ലെ. അതിൽ എന്തൊരു മാലിന്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്താണ്? നാറ്റമാണ് മൊസംബിക്ക് മുമ്പത്തതാണ്, അത് മാലിന്യമുള്ളതാണ്. നാറ്റമാണ് മൊസംബിക്ക്, മുമ്പത്തതാണ് മാലിന്യമാണ്. ഇതാണ് അതിന്റെ ഒരു ഓർഡർ. അതിനുശേഷം മാലിന്തി എന്ന് പറയുന്ന കെനിയയുടെ തീരത്ത് നിന്നും ഇവർ ഇതാ കപ്പൽ എടുത്തുകൊണ്ട് ഇതാ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ കാറ്റടിച്ചില്ലേ, കാറ്റിന്റെ ഉറവിടം തേടി എന്നുള്ള പാഠമല്ലേ. അപ്പൊ കാറ്റടിച്ച് ആ പായ്ക്കപ്പൽ എവിടെ എത്തിച്ചേരുകയാണ്? നമ്മുടെ ഇന്ത്യയില് കോഴിക്കോട്, കേരളത്തിലെ കോഴിക്കോട് പന്തലായിനി കടപ്പുറം. പന്തലായിനി എന്ന് പറയുന്നത് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കോഴിക്കോട് കേട്ടോ, ആ തീരമാണ്. ആ പന്തലായിനി കടപ്പുറത്തെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കാപ്പാട് ബീച്ചിലെ ഇവിടെ പോയാൽ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. നോക്കൂ, ലോകത്തിന്റെ ഒരു മാപ്പാണ്. ഈ പറയുന്ന യൂറോപ്പ് എന്ന് പറയുന്ന ഈ ലിസ്ബൺ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും, യൂറോപ്പിൽ നിന്ന് ഇതാ ഇങ്ങനെ സഞ്ചരിച്ച് ഈ ഗുഡ് ഹോപ്പ് മുനമ്പൊക്കെ ചുറ്റിതാ ഇങ്ങനെ കറങ്ങി ആഫ്രിക്ക, പിന്നീട് അവർ ഏഷ്യയിലെത്തുകയാണ്. ഏഷ്യയിൽ എവിടെ വരുന്നു? നമ്മുടെ കോഴിക്കോട് കാപ്പാട് എത്തുകയാണ് അല്ലെ. സെറ്റ് ആണല്ലോ. 1498 മെയ് 20 ഡേറ്റ് ഇമ്പോർട്ടന്റ് ആയി ഓർത്ത് വെക്കുക. കോഴിക്കോട് കാപ്പാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ, പഠിച്ചോളുക. കടപ്പുറം, കാപ്പാടിനെ കപ്പ്യ എന്ന് വിളിച്ചിരുന്നു. കാപ്പാടിനെ അവർ വിളിച്ചിരുന്നത് കപ്പ്യ എന്നാണ്. അപ്പോ ഗാമയോടൊപ്പം കോഴിക്കോടേക്ക് വന്ന ആ സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരു സൈനികൻ ഉണ്ടായിരുന്നു, നാവികൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അൽവാരോ വെൻഹോവെ. അപ്പൊ കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ അലുവ, കോഴിക്കോട് അലുവ വളരെ പ്രസിദ്ധമാണല്ലോ. കൂട്ടുകാർ ആലോചിച്ചേ, അലുവ വാരാൻ വേണ്ടി കൂടി ഒരാളുണ്ടായിരുന്നു, അലുവ വാരാൻ. ഗാമയോടൊപ്പം സൈന്യാധിപന്റെ പേര് അൽവാരോ. സ്വാഭാവികമായിട്ടും വിദേശികൾ എത്തുമ്പം നമ്മുടെ ആതിഥേയ മര്യാദ, നമ്മുടെ സാമൂതിരിയാണെന്ന് കേരളത്തിലെ കോഴിക്കോട് ഭരിക്കുന്നത്. അദ്ദേഹം നല്ല രൂപത്തിലൊക്കെ സ്വീകരിക്കുന്നു. അന്ന് ഈ കോഴിക്കോട് കടപ്പുറത്ത് ഒരുപാട് വിദേശികൾ, പ്രത്യേകിച്ച് അറബികൾ വലിയ രൂപത്തിലുണ്ട് കേട്ടോ. അറബികളും സാമൂതിരിക്കും നല്ല ബന്ധമാണ്. അറബികളാണ് ഇവിടെ നല്ല വില കൊടുത്ത് കൊണ്ടുപോകുന്നു കുരുമുളക്, അവിടെ അവരത് വിൽക്കുന്നു, തിരിച്ചു വരുന്നു. നല്ലൊരു ബന്ധമായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് ഈ പോർച്ചുഗീസുകാർ വരുന്നത്. അങ്ങനെ നമ്മുടെ പോർച്ചുഗീസ് കപ്പൽ കോഴിക്കോട് കടപ്പുറത്ത് അടുത്തു. ഗാമയും ടീമും ഇറങ്ങി പോവുകയാണ് അല്ലെ. അങ്ങനെ ഗാമയുടെ അനുയായികൾ പോയിട്ട് സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് നടന്നു പോയി. അവിടുന്ന് അദ്ദേഹത്തെ കണ്ടു പറയാണ്, നമ്മുടെ സാമൂതിരി ചേട്ടാ, ഞങ്ങൾ ഇവിടെ കുറച്ച് ടീമൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതൊക്കെ ഒന്ന് ഇവിടെ ഇറക്കി വെക്കാനും ഞങ്ങൾക്ക് ഇവിടെ ഒരു ബേസ്മെന്റ് പോലെ ഇതാക്കാനും ഇവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ നിങ്ങൾ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അന്ന് ചുങ്കം കൊടുക്കുമായിരുന്നു കേട്ടോ. ഈ പറയുന്ന നികുതിക്ക് സമമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് സാമൂതിരി മറ്റ് വിദേശ ശക്തികൾക്ക് കൊടുത്തിരുന്നു. അപ്പൊ അതൊക്കെ സാമൂതിരിക്ക് അറിയാം. ഇവരുടെ ഒരു രീതിയും അവരുടെ ഒരു ഇടപാടൊക്കെ കണ്ടപ്പോൾ സാമൂതിരിക്ക് അതങ്ങോട്ട് പിടിച്ചില്ല. സാമൂതിരി ഓരോ നടപടി ആവില്ല മക്കളെ, നിങ്ങൾ വേറെ എവിടെയും തീരത്തേക്ക് പോയിക്കോളൂ, ഞങ്ങൾക്ക് ഇതിനും പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കച്ചവടക്കാരുണ്ട്, തൽക്കാലം വിട്ട വണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തില്ല, നമ്മുടെ ഗാമയെ കോഴിക്കോട് നിൽക്കാൻ ഇദ്ദേഹം അനുവദിച്ചില്ല. നോക്കണേ,
അപ്പോ ഇതിനെക്കുറിച്ച് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മറ്റൊരു SCERT ചാപ്റ്റർ കണ്ടോ, മെയ് 20-20 തീയതിയുള്ള കഥയുണ്ട്. അടിയിലായിട്ട് അൽവാരോ വെൻഹോമിന്റെ പേരുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ കുറിപ്പിലുള്ള ഈ കഥകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ എന്താണ് ഈ കാലഘട്ടത്തില് നമ്മുടെ SCERT പോലെ തന്നെയാണ് ശ്രീധരമേനോൻ ചേട്ടന്റെ പുസ്തകം കേട്ടോ, കേരള ചരിത്രം എന്ന് പറയുന്ന ശ്രീധരമേനോന്റെ പുസ്തകത്തിനകത്തും ഈ കാലഘട്ടത്തെ കൃത്യമായിട്ട് വാസ്കോ ഡ ഗാമയുടെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആ പുസ്തകത്തിൽ ഒരു പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കേരളത്തെ ഞാനിതാ 4 ആക്കി മുറിക്കുകയാണ്. കോലത്തുനാട് അല്ലെ, കോലത്തുനാട്, കോലത്തിരി എന്ന് പറയുന്ന ചങ്ങാതി കണ്ണൂർ, കാസർഗോഡ് ആ മേഖലയെ നമുക്ക് കോലത്തുനാട് എന്ന് വിളിക്കാം. അതിനുശേഷം വലിയ ഒരു ഏരിയ കാണാം നിങ്ങൾ, സാമൂതിരിയുടെ ഈ പറയുന്ന കോഴിക്കോട് ഉൾപ്പെടെയുള്ള സാമൂതിരിയുടെ ഏരിയ ആണ്, സാമൂതിരിയുടെ ടെറിട്ടറിയാണ്. അതിനുശേഷം ഇതാ ഈ പറയുന്ന കൊച്ചി, ചമ്പകനാടിന് ശേഷം കൊച്ചി വരുന്ന ചെറിയ ഏരിയയില് കൊച്ചി രാജവംശമുണ്ട്. അതിനുശേഷം താഴോട്ടുന്നുണ്ട് തിരുവിതാംകൂർ രാജവംശമുണ്ട്. അപ്പൊ നമുക്ക് 4 ആക്കി, കോലത്തുനാട്, അതുപോലെ തന്നെ സാമൂതിരി, ദെൻ കൊച്ചി, ദെൻ തിരുവിതാംകൂർ എന്ന രൂപത്തിൽ 4 ആക്കാം. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇവിടെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് സാമൂതിരിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും കൊച്ചിയും കോലത്തുനാടും എപ്പോഴും പ്രശ്നമായിരുന്നു കൂട്ടുകാരെ. കാരണം സാമൂതിരിയുടെ രീതി നമുക്കറിയാം, മാമാങ്കമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലെ, തൊട്ടടുത്തുള്ള നാടുവായികളെ, കൊച്ചു കൊച്ചു ചെറു നാട്ടുരാജ്യങ്ങളൊക്കെ ആക്രമിക്കുന്ന രീതി സാമൂതിരിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും കോലത്തിരിക്ക് അല്ലെങ്കിൽ കോലത്തുനാടിനെയും കൊച്ചി രാജ്യത്തെയും സാമൂതിരി ഇങ്ങനെ വെറുപ്പിച്ച് അവര് ചെറിയ ചെറിയ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാമൂതിരി ഇറക്കി വിട്ട വിദേശികളിലെ പറ്റൂല എന്ന് പറഞ്ഞ ആളുകൾ പോകുന്ന പോക്കിൽ എന്ത് ചെയ്യുകയാണ് നോക്കൂ, ഓഗസ്റ്റ് മാസം, ഓഗസ്റ്റിൽ ഇവർ തിരിച്ചു പോവുകയാണ്. പോകുന്ന പോക്കിൽ തൊട്ടടുത്തുള്ള തീരമായ കോലത്തിരിയുടെ നാട്ടിൽ കണ്ണൂരിൽ ഇറങ്ങുകയാണ്. അങ്ങനെ കണ്ണൂരിൽ ഇറങ്ങുകയും ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെ ഈ കോലത്തിരി എന്ത് ചെയ്യാണ്, ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പോർച്ചുഗീസുകാരെ കച്ചവടം കോലത്തിരിയുമായി ചെയ്തിട്ട് അവിടുന്ന് ഒരുപാട് സാധനങ്ങളുമായി നവംബർ മാസത്തിലാണ് തിരിച്ചു പോകുന്നത്. 498. ക്ലിയർ ആണോ പറഞ്ഞത്? ഈ 498 നവംബർ മാസം ഇദ്ദേഹം തിരിച്ചുപോയി 1499 ലിസ്ബണിൽ എത്തിച്ചേർന്നത്. വീണ്ടും വേണ്ട 1 വർഷം എടുക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന സാഹസികമായ യാത്രയിലൂടെ വലിയൊരു നേട്ടം ഈ യൂറോപ്പിൽ നിന്നും പോർച്ചുഗലിൽ നിന്നുമില്ല ഒരു മനുഷ്യൻ ഇതാ ഇന്ത്യയെ കണ്ടു, കേരളത്തെ കണ്ടു, അവിടുത്തെ രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചോ, അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്, ഈ സ്വത്തുക്കൾ ഇവർ കൊണ്ടുപോയ സമ്പാദ്യമൊക്കെ അവിടെ എത്തിച്ചു നോക്കുമ്പോൾ ഈ യാത്രയ്ക്ക് ആകെ ചെലവായതിന്റെ ഏകദേശം 60 മടങ്ങോളമാണ് ഇദ്ദേഹം ലാഭമായിട്ട് തിരിച്ചു കൊണ്ടുപോയത്. വളരെ സന്തോഷമാണ് ഡോം മാനുവൽ രാജാവ്. വാസ്കോ ഡ ഗാമയും ഏറെ സന്തോഷം അല്ലെ, ചരിത്ര പുരുഷനായിട്ട് മാറുകയാണ്. അതോടുകൂടി പിന്നീട് അങ്ങോട്ട് പോർച്ചുഗലിൽ നിന്ന് തുരതുരയായിട്ട് ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. ആ കഥകൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. കാരണം ഈ ക്ലാസ്സുകൾ ഒരുമിച്ച് നമുക്ക് 1 മണിക്കൂർ ക്ലാസ് ഒക്കെ ചെയ്താൽ നിങ്ങൾ തീരെ കാണുന്നില്ല, കാണുന്ന കൂട്ടുകാർ ലൈക്ക് അടിക്കുന്നില്ല, കമന്റ് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 4 പാർട്ടായിട്ടാണ് നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം എടുക്കുക. ഇതിന്റെ ബാക്കി ഞാൻ എന്ത് ചെയ്യും, അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. ഒരു ചോദ്യം ചോദിക്കുകയാണ് കൂട്ടുകാർ, ക്ലാസ് കണ്ടവരാണെങ്കിൽ ഓർമ്മയുള്ളവർ ഒന്ന് കമന്റ് ചെയ്ത് ജസ്റ്റ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോ ഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പം കൂട്ടുകാർ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.